ഇനി നമുക്ക് സേവന വാര മൊത്തം അലങ്കോലായി കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരവസ്ഥയായത്. നമ്മൾ പഴയ വരേന്ന് കുറേന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ചാക്കിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കുറേ ഇതവിടെ എല്ലാം ചെരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ 2-3 ദിവസം അവിടെ രാവിലെ പോയി രാത്രിക്ക് വന്ന് അവിടെ ക്ലീനാക്കി നല്ല സെറ്റാക്കി വാടകയ്ക്ക് കൊടുത്ത് സമാധാനമായല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇതാ കിടക്കുന്നു. പോരായിട്ട് ഡ്രസ്സ് ഇടുന്ന റൂമിൽ ഒരു 10-15 എലിയൊന്നല്ല ഉള്ളത്. കണ്ടിട്ടെന്തോ ആവുന്നു. ഇത് ഡ്രസ്സ് ഇടുന്നൊരു ചെറിയ റൂമുണ്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ പർദ്ദ എടുത്ത് നോക്കുമ്പോൾ പർദ്ദ എല്ലാം നല്ല കത്രിക കൊണ്ട് വെട്ടിവെച്ച പോലെയായിരിക്കും. 3 പർദ്ദ എങ്ങാനുണ്ട്. അതേപോലെ തന്നെ ബെഡ്ഷീറ്റും എല്ലാം വെട്ടിക്കളഞ്ഞേക്ക്. ഉമ്മാൻ്റെ ഇരുമ്പ് പെട്ടി, നമ്പർ പെട്ടി, കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. എന്നോട് അവർ പുര പറിക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവച്ച. അപ്പം ഞാൻ അതെല്ലാം എടുത്തൊന്ന് വെയിലത്തിട്ട് പിന്നെ ഞാൻ അങ്ങ് തുടങ്ങി. കാരണം ഇനി എന്തായാലും നല്ലോണം ഒന്ന് വൃത്തിയാക്കണം. എലി പല വേസ്റ്റും അതും ഇതെല്ലാം കൊണ്ടുപോയിട്ട് എന്തോ ഒരു സ്മെല്ല്, മറ്റേ ചിക്കൻ്റെ അതും അങ്ങനെയെല്ലാം. നമ്മൾ വിചാരിക്കും എലിക്ക് അങ്ങനെ വലിയ ഒന്നും കടിച്ചു കൊണ്ടുവരുന്നാവില്ല എന്ന്. ഡ്രസ്സ് തലാണി അറിയോ ബെഡ്ഷീറ്റെല്ലാം വെക്കുന്നൊരു പെട്ടിയുണ്ട്. അതിൽ ഞാൻ നോക്കുമ്പോൾ ചിക്കൻ്റെ അതും മറ്റേ നാരങ്ങത്തോലും ഇതെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി നോമ്പിൻ്റെ ഒരുക്കങ്ങളിനി വേണ്ട. കാരണം അത്രയും ഞാൻ മെനക്കെട്ട് 2-3 ദിവസമായിട്ട് മൊത്തം ബെഡ്ഷീറ്റും. ഇനി ബെഡ്ഷീറ്റൊന്നും ഒന്നിനും പറ്റൂല. ബെഡ്ഷീറ്റെല്ലാം ഇനി പുതിയ വേണം. എല്ലാം എലി കഷ്ണമാക്കി വെച്ചിക്ക്. കൈകൾ കൂട്ടുന്ന അവർ പീസാക്കി വെച്ചിക്ക്. 5-10 തോർത്തുണ്ടേനും എല്ലാം. ഇവിടുത്തെ മുഹമ്മദിനൊരു സ്വഭാവമുണ്ട്. എല്ലാം കഴിച്ചിട്ടാൽ അത് ആടെ ഇവിടെ അങ്ങ് എറിയല. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയിട്ട് അത് സെറ്റായിക്കില്ലെങ്കിൽ അത് ഒരൊറ്റ ഏറ. ഇസ്തിരി ഇട്ടെടുത്തിടത്തിൽ ആ ഷർട്ടെല്ലാം തോന്നിക്കണ്ട അതും അങ്ങ് ഒരേറങ്ങ് വെച്ച് കൊടുക്കും. കുറേ അങ്ങനെയാണ് വൃത്തികേടാകുന്നത്. അതൊരു സ്ഥലത്ത് കൊണ്ടാക്കുകയൊന്നുമില്ല. എത്ര സെറ്റാക്കി കൊടുത്താലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഷർട്ടെല്ലാം മാറ്റി എല്ലാം താഴെ എടുത്തിട്ടൊക്കെയുണ്ടാവും. എത്ര പറഞ്ഞാലും ഒരു തലക്ക് കൊടുക്കൂല. ഇതെല്ലാം ഇങ്ങനെ ഇട്ട ദിവസമായിരിക്കും ആരെങ്കിലും വരിക. ഇനി എല്ലാം ഒന്ന് റെഡിയാക്കിയാലോ ഈ പരിസരത്തെ ആരും വരുകയില്ല. ആരോ പറഞ്ഞിരിക്കുന്നു പിരിവിന് വരെ വരില്ല. അതേ അവസ്ഥയാണ്. ഞാനിങ്ങനെ വിചാരിക്കും ഇന്നാരെങ്കിലും വരട്ടെ. ആരും വരില്ല. എല്ലാം ഒന്ന് മടക്കി വെച്ച് ഡ്രസ്സെല്ലാം എടുത്ത് നമ്മളെ യഥാസ്ഥാനത്ത് കൊണ്ടാച്ച് നല്ലോണം അടിച്ചു വാരിക്കഴിഞ്ഞാൽ സൂപ്പറായി. പക്ഷേങ്കിൽ ആ ഒരു സമയത്ത് പഠിച്ചവനെ ശ്വാസം കഴിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒന്ന് വൃത്തിയായി കിട്ടുക. ഇതെന്നാ അവസ്ഥ എന്ന് വിചാരിച്ചിട്ട് റബ്ബേ ചിന്തിക്കാൻ വരെ പറ്റില്ല. കുറേ ബെഡ്ഷീറ്റും തൽക്കാണി കുറേയെല്ലാം ഞാൻ അലക്കിയിട്ട് വേറൊരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊരിക്കലും എടുക്കൂല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എലീനെ കൊല്ലുന്ന എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞതാട്ടാ. എല്ലാം മുറിച്ച് ഇനിയൊന്നും ഇവിടെ ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.